മഖാനയുടെയും സോഷ്യലിസത്തിന്റെയും മണ്ണ്. അദ്വാനിയുടെ രഥയാത്ര തടഞ്ഞ ഇന്ത്യയുടെ ചരിത്രത്താളുകളിൽ തങ്കലിപികളാൽ രേഖപ്പെടുത്തിയ സംസ്ഥാനം. കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും ഐതിഹാസികമായ പോരാട്ടങ്ങൾക്ക് പേരുകേട്ട ഭൂമി. അതെ, ആ ഭൂമിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാഹളം മുഴങ്ങാൻ ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ നടന്ന വോട്ട് ചോരിക്കെതിരെ രാഹുൽ ഗാന്ധിയുടെ ഐതിഹാസികമായ വോട്ടധികാർ യാത്ര നടത്തിയ സംസ്ഥാനം. ഏതാണ് സംസ്ഥാനമെന്നല്ലേ? അതെ, ബീഹാർ. ലാലു പ്രസാദ് യാദവിന്റെ ബീഹാർ. സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് ഇന്നും വേരോട്ടമുള്ള, സോഷ്യലിസ്റ്റ് പാർട്ടി ഇന്നും അധികാരത്തിലിരിക്കുന്ന ഇന്ത്യയിലെ ഒരു സംസ്ഥാനം. ആ സംസ്ഥാനത്ത് വളരെ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഇന്ത്യ സഖ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. കഴിഞ്ഞ കേന്ദ്ര ബജറ്റിൽ ബീഹാറിന് വാരിക്കോരിയാണ് BJP നൽകിയത്. ലക്ഷ്യം ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ്. അവിടെയാണ് ഇന്ത്യയിൽ നടന്ന വോട്ട് മോഷണവും വോട്ട് കൊള്ളയുമായി ബന്ധപ്പെട്ട ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ്, ഭാവി ഭാരതത്തിന്റെ പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ വോട്ടധികാർ യാത്ര നടത്തിയത്. ബീഹാറിന്റെ രാഷ്ട്രീയ ഭൂമികയെ ഇളക്കി മറിച്ചു നടത്തിയ യാത്ര ഒരു തീർത്ഥയാത്ര പോലെയാണ് ബീഹാറിലൂടെ കടന്നുപോയത്. ഇത്തവണ ബീഹാറിൽ ഇന്ത്യ സഖ്യം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് സീറ്റുകളുടെ എണ്ണത്തിൽ ധാരണയായി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ തവണ 72 സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ് ഇത്തവണ 58 സീറ്റിലാണ് മത്സരിക്കുന്നത്. RJD 136 പരം സീറ്റുകളിൽ മത്സരിക്കുന്നു. CPIML ലിബറേഷനും CPIML-ഉം CPI-യും CPM-ഉം എല്ലാം ഇന്ത്യ സഖ്യത്തിന്റെ കൂടെ ഒറ്റക്കെട്ടായി മത്സരിക്കുകയാണ്. ജനതാദൾ യുണൈറ്റഡും BJP-യും ചേർന്ന് ബീഹാറിന്റെ മുച്ചൂട് മുടിക്കുന്ന സർക്കാരിനെതിരായ പോരാട്ടമാണ് ഇന്ത്യ സഖ്യത്തിന്റെ മുന്നിലുള്ളത്. ഒറ്റക്കെട്ടായി ഒരു മനസ്സോടുകൂടി രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും തേര് തെളിക്കുന്ന തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിനകത്ത് കോൺഗ്രസിന്റെ മുദ്രാവാക്യം ഒന്നു മാത്രമാണ്. കോൺഗ്രസിന് വിജയത്തിൽ കുറഞ്ഞൊന്നും ഹിന്ദിയുടെ ഭൂമികയിൽ ലക്ഷ്യമില്ല. ബീഹാറിന്റെ മണ്ണിൽ ജനതാദൾ യുണൈറ്റഡിന്റെ കറുത്ത കരങ്ങൾക്ക് മറുപടി പറയാൻ കോൺഗ്രസ് അല്ലാതെ മറ്റാരുമില്ല. ഇന്ത്യയിലെ കർഷകരുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഏറ്റെടുത്ത കർഷകർക്കൊപ്പം, കർഷക തൊഴിലാളികൾക്കൊപ്പം, വിദ്യാർത്ഥികൾക്കൊപ്പം, യുവജനങ്ങൾക്കൊപ്പം, യുവതി യുവാക്കൾക്കൊപ്പം അവരിൽ ഒരാളായി അവരോടൊപ്പം പോരാടിയ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ ഉത്തരം ഒന്നു മാത്രമേ ഉള്ളൂ. വെറുപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട തുടങ്ങിയ രാഹുൽ ഗാന്ധി. ആ രാഹുൽ ഗാന്ധിയുടെ പോരാട്ട വീര്യം ബീഹാറിന്റെ മണ്ണിൽ പുതുചരിത്രം രചിക്കുമോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ബാബറി മസ്ജിദ് പ്രശ്നം കത്തി നിൽക്കുന്ന സമയത്ത് അദ്വാനിയുടെ രഥയാത്ര തടഞ്ഞ ലാലു പ്രസാദ് യാദവിന്റെ മകൻ തേജസ്വി യാദവ് പടനയിക്കുന്ന ബീഹാർ. അവിടെ കനയ്യകുമാർ എന്ന ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയുടെ തീപ്പറി നേതാവ് പടനയിക്കുന്ന ബീഹാർ. പപ്പു യാദവ് എന്ന ബീഹാർ രാഷ്ട്രീയത്തിലെ തലപ്പൊക്കമുള്ള നേതാവ് പടനയിക്കുന്ന ബീഹാർ. ആ ബീഹാറിനകത്ത് വീണ്ടും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാഹളം മുഴങ്ങുമ്പോൾ രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും പപ്പു യാദവും കനയ്യകുമാറും ഒരേ സ്വരത്തിൽ ഒരമ്മ പെറ്റ മക്കളെ പോലെ പടനയിക്കുമ്പോൾ ജയത്തിൽ കുറഞ്ഞൊന്നും കോൺഗ്രസ് സ്വപ്നം കാണുന്നില്ല. കഴിഞ്ഞ 10 വർഷമായി ബീഹാറിനെ ബുച്ചൂടും അടിക്കുന്ന ശരത് യാദവിന്റെ ജനതാദൾ യുണൈറ്റഡിന്റെ രാഷ്ട്രീയ പാർട്ടിയെ ഇല്ലായ്മ ചെയ്യണം. അതിനുവേണ്ടിയുള്ള പോരാട്ടമാണ് നയിക്കുന്നത്. നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ, ശരത് യാദവിന്റെ നേതൃത്വത്തിൽ അവിടെ ബീഹാറിനെ ഭരിച്ചു മുടിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിനെതിരെ, സംഘപരിവാറിന് കുഴലൂതുന്ന സോഷ്യലിസ്റ്റ് നേതാവിനെതിരെ സന്ധിയില്ല പോരാട്ടവുമായി രാഹുൽ ഗാന്ധി കടന്നു വരികയാണ്. തേജസ്വി യാദവ് തേര് തെളിക്കുകയാണ്. അവിടെ കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിനും ജയിക്കണം. അതിനുവേണ്ടിയുള്ള പോരാട്ടമാണ്. ആ പോരാട്ടത്തിൽ ആര് ജയിക്കും? നിർണായകമായി തെരഞ്ഞെടുപ്പിൽ ബീഹാറിലെ ജനങ്ങൾ ആർക്കൊപ്പം ചേരുമെന്ന് നമുക്ക് കാത്തിരുന്നതാണ്.